ഡിയർ പാരൻസ്, നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്തു ചെയ്തു എന്നതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർ സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നമ്മൾ എന്ത് പഠിപ്പിച്ചു എന്നുള്ളത്. രണ്ടോ അതിൽ കൂടുതലോ കുട്ടികളുള്ള വീട്ടിൽ പല പാരൻസും നേരിടുന്ന ഒരു വലിയൊരു ഇഷ്യൂ ആണ് സിബ്ലിംഗ് റൈവൽറി, അതായത് സഹോദരങ്ങൾ തമ്മിലുള്ള മത്സരം. പല പാരൻസും ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെങ്കിൽ, ജഡ്ജ്മെന്റ്, അതായത് തെറ്റും ശരിയും തീരുമാനിക്കലല്ല, പരാതിയുമായി വന്ന കുട്ടിയുടെ ഇമോഷൻസിന്റെ ഒപ്പം നിൽക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഫോർ എക്സാമ്പിൾ, ഏട്ടൻ എന്നെ അടിച്ചു, ഏട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു, ചേച്ചി എൻ്റെ കൂടെ കളിക്കുന്നില്ല, ചേച്ചി എനിക്ക് ആ പേന നൽകുന്നില്ല അല്ലെങ്കിൽ പെൻസിൽ നൽകുന്നില്ല എന്നെല്ലാം കുട്ടി നമ്മളോട് വന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് അവരുടെ ഇമോഷൻസിന്റെ ഒപ്പം നിൽക്കുകയാണ് വേണ്ടത്. മറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും എന്താണെങ്കിൽ, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും, നിനക്കത് വേണം, നീ ചെറിയ കുട്ടിയാണ്, നീ എന്തിനാണ് വലിയവരുടെ കൂടെ കളിക്കാൻ പോകുന്നത്, എനിക്ക് ഒരുപാട് തിരക്കാണ്, എനിക്കിപ്പോൾ അതൊന്നും സമയമില്ല, നീ നിന്റെ ജോലി നോക്കിപ്പോ, അങ്ങനെയെല്ലാമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ പറയുന്നത് കേട്ടിട്ടുണ്ടാവുക. ആക്ച്വലി ഇങ്ങനെയുള്ള റിയാക്ഷൻസ് സഹോദരങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് കൂട്ടുകയാണ് ചെയ്യുക. അവർക്കത് വേദനയാണ് ഉണ്ടാക്കുക. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത്. ആക്ച്വലി നമ്മൾ പാരന്റ്സ് ഇവിടെ ചെയ്യേണ്ടത് എന്താണെങ്കിൽ, മുൻപ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ അവരുടെ കൂടെ നിൽക്കുക. അതായത് അവരുടെ ഇമോഷൻസിന്റെ കൂടെ, നെഗറ്റീവ് ഇമോഷൻസ് ആയാലും പോസിറ്റീവ് ഇമോഷൻസ് ആയാലും നമ്മൾ അവരുടെ കൂടെ നിൽക്കുക. പരാതിയുമായി വരുന്ന സമയത്ത് നമ്മൾ പറയണം, സാരില്ല, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിന്റെ വിഷമം എന്താണെന്ന്, ആർക്കായാലും സങ്കടം വരും, ഞാൻ എന്തായാലും ഏട്ടനോട് ചോദിക്കാം, ചേച്ചിയോട് ചോദിക്കാം, വരൂ. അവരുടെ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കുന്നു എന്ന ഒരു ഫീല് അവർക്ക് ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ തെറ്റേതാണ്, ശരി ഏതാണ്, എന്താണ് നടന്നതെന്ന് അന്വേഷിച്ച് അതിനുള്ളൊരു പോംവഴി കണ്ടെത്തുകയാണ് വേണ്ടത്. ഇങ്ങനെയാണ് ആ ഒരു ഇഷ്യൂവിന് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്.